കഴിഞ്ഞ ആഴ്ചത്തെ പോലെ അല്ല, ഈ ആഴ്ച ജിൻഡോ ശരിക്കും ഫിസിക്കൽ അസോൾട്ടിനെതിരെ ആഞ്ഞടിക്കാൻ തീരുമാനിച്ചു എന്നാണ് തോന്നുന്നത്. ഇപ്പോ ലൈവ് കണ്ടവർക്ക് ഞാൻ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായി കാണാം. അതിന് പുള്ളിയെ കുറ്റം പറയാൻ പറ്റില്ല, കാരണം അത്രയും പുള്ളി ഇത് പറഞ്ഞ് ടോർച്ചർ ചെയ്തിട്ടുണ്ടായിരുന്നു ലാലേട്ടന്റെ എപ്പിസോഡിലും അല്ലാതെയും ഒക്കെ. ഷർണയുടെ മുടി പിടിച്ചു, അത് ഇത് മറ്റേന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ലൈവിലൊരു പവർ മീറ്റിംഗ് നടത്തുമായിരുന്നു ഇത്രയും നേരമായിട്ട്. അപ്പോൾ ജിൻഡോ പറയുന്നു ലാസ്റ്റ്, അർജുൻ എന്റെ ഫേസിന് പിടിച്ച് തള്ളി, അത് ഞാൻ തമാശയായിട്ട് പറയുന്ന ഒരു കാര്യമല്ല, ആരും ചിരിക്കണ്ട, ഞാനാണ് എപ്പോഴും ഫിസിക്കലി ആക്രമിക്കുന്നത് എന്നാണ് എല്ലാരും പറയുന്നത്. പക്ഷെ ഈ കാര്യത്തിൽ എന്റെ ഭാഗത്ത് ന്യായമുണ്ട്. അർജുൻ എന്റെ മുഖത്ത് പിടിച്ച് തള്ളി, അതേപോലെ തന്നെ എന്റെ പെടലിക്ക് പ്രശ്നമാണ്, അതുപോലും കണക്കിലെടുക്കാതെ അർജുൻ വൈരാഗ്യം കാണിച്ച് മനഃപൂർവ്വം ചെയ്തതാണ് എന്നാണ് ജിൻഡോ പറയുന്നത്. ഇതൊരു ഗുരുതരമായ ആരോപണമാണ് അർജുനെതിരെ. പുള്ളി സോറി ഒക്കെ ചോദിക്കുന്നുണ്ട് ജിൻഡോയോട്, അധികം ന്യായീകരിക്കുന്നൊന്നുമില്ല. ജിൻഡോയ്ക്ക് എന്നെ എന്തെങ്കിലും ചെയ്യാവുന്നവരെ പറയുന്നുണ്ട് അർജുൻ, അത് തെറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, അതൊരു നല്ല ക്വാളിറ്റി തന്നെയാണ്. ഇപ്പൊ പോലും സിജോയോട് പറയുന്നത് കേട്ടു, എന്നെ പിടിക്കാൻ വരുമ്പോ ഞാനത് കൊള്ളണോ എന്ന്. അപ്പൊ പ്രാക്ടിക്കലി സ്പീക്കിംഗ് അർജുൻ അറിഞ്ഞുകൊണ്ട് ജിൻഡോയെ ഫിസിക്കലി വേദനിപ്പിക്കാൻ ചെയ്തൊരു കാര്യം തന്നെ ആയിരിക്കാം ഇത്. ജിൻഡോ പറഞ്ഞത് കറക്റ്റ് ആയിരിക്കാം. എപ്പിസോഡ് വന്നതിന് ശേഷം നമ്മൾ നോക്കിയിട്ട് തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. എന്തായാലും ഈ ആഴ്ച ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായത് ജിൻഡോയ്ക്കെതിരെ ആയതുകൊണ്ട് ഷർണിക്ക് കൊടുത്തൊരു പരിഗണന പോലും വീക്കെൻഡ് എപ്പിസോഡിൽ കൊടുക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതാണ് ജിൻഡോയോടുള്ള ഷോ ഡയറക്ടറിന്റെ ഒരു പ്രജുഡിസ്. ആ നൂല് പോലെ ഇരിക്കുന്ന പയ്യൻ ഈ തടിമാടനെ മുഖത്ത് തല്ലിയോ എന്നാവും ചിന്തിക്കുക. പക്ഷെ ദേഹം നൊന്താൻ ആരായാലും എന്തായാലും പറയുക തന്നെ വേണം, അതേ ഇവിടെ ജിൻഡോ ചെയ്തുള്ളൂ. എല്ലാരും ചിരിയൊക്കെ ആയിരുന്നു, അതുകൊണ്ടാണ് ജിൻഡോ പറഞ്ഞത് ആരും ചിരിക്കുമൊന്നും വേണ്ട, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാണ് എന്ന്. ഇതൊരു ബേസിക് പ്രജുഡിസ് ആണ് ഇതിൻ്റെ അകത്തുള്ളത്. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.